ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ കാണാതായവരെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തന ദൗത്യം തുടരുകയാണ്. 70ഓളം പേരെ ഇപ്പോൾ കാണാതായിരിക്കുന്നു. കാണാതായ ആൾക്കാരിൽ 9 സൈനികരുമുണ്ട്. അവർക്ക് വേണ്ടിയും തെരച്ചിൽ തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് SDRFിൻ്റെ ഒരു സംഘം ഋഷികേശിൽ കുടുങ്ങിയെന്ന വാർത്ത വരുന്നു. ഉത്തരാകാശിയിൽ നമ്മുടെ പ്രതിനിധി ബൽറാം നെടുങ്ങാടിയുണ്ട്. നമ്മുടെ വാർത്താ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ബൽറാം, രക്ഷാദൗത്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഉത്തരാഖണ്ഡിലെ ദരൗലിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന, ഒപ്പം തന്നെ സംസ്ഥാന പോലീസും അഗ്നിശമന വിഭാഗം അടക്കമുള്ളവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ പ്രത്യേക ദുരന്ത നിവാരണ വിഭാഗത്തിലെ 300 പേരെയും ഇവിടെ ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം അതീവ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു എങ്കിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്ന ആളുകൾ പോലും വഴിയിൽ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ദേശീയപാത 34 പലയിടങ്ങളിലായി മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അത് ദേശീയപാത തടസ്സപ്പെട്ടിരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഈ ദൃശ്യങ്ങൾ എന്നുള്ളത് നരേന്ദ്ര നഗറിലെ ദൃശ്യങ്ങളാണ്. ഇവിടെ ദേശീയപാതയിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. വാഹനങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. JCB ഉൾപ്പെടെ എത്തി ഈ മണ്ണ് മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ പോലും തൊട്ടു പിന്നാലെ വീണ്ടും മണ്ണ് വീഴുന്ന ഒരു സാഹചര്യമാണ്. അതീവ അപകടം നിറഞ്ഞ ഒരു സാഹചര്യം ഈ അപകടം നടന്ന മേഖലയിലേക്കുള്ള റോഡുകളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മഴ അതിശക്തമായി തന്നെ തുടരുന്നു. പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് പോലും ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ കഴിയുന്നില്ല. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഡൽഹിയിൽ നിന്നുള്ള സംഘം ഉൾപ്പെടെ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പലയിടങ്ങളിലായി ഇത്തരത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങളും മറ്റ് സൈനികരും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഈ നിലവിൽ ഇപ്പോൾ ദരൗലിയിൽ ഈ അപകടത്തെ തുടർന്ന് 4 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. 50ഓളം കെട്ടിടങ്ങൾ ഈ ദരൗലി ഗ്രാമത്തിൽ മാത്രം ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഹോട്ടലുകളും വീടുകളും ഉൾപ്പെടുന്നുണ്ട്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. ഏതാണ്ട് 200ഓളം പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 90-ലധികം പേരെ കാണാതായതായി റിപ്പോർട്ടുകളുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. മരണം 4 പേരെ സ്ഥിരീകരിക്കുമ്പോൾ മരണസംഖ്യയും ഒട്ടേറെ ഉയർന്നേക്കും എന്ന് തന്നെയാണ് ഈ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കാണാതായവരുടെ കൂട്ടത്തിൽ 12ഓളം സൈനികരും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും ഊർജിതമായി പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്ത്. എല്ലാം തന്നെ പൊതിഞ്ഞു പോകുന്ന മണ്ണാണ്. ഏതാണ്ട് 1 മീറ്ററോളം ആഴത്തിൽ ഈ റോഡിലെ ടാറിന് മുകളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത്. ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. ഏതാണ്ട് പലയിടങ്ങളിലും ഈ ദേശീയപാത 34-ൽ തന്നെ പലയിടങ്ങളിലായി ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. നിരവധി വാഹനങ്ങൾ, രക്ഷാപ്രവർത്തകരുടേതടക്കമുള്ള വാഹനങ്ങൾ ഇതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിലവിൽ ഇപ്പോഴും ഊർജിതമായ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അതേസമയം ശക്തമായ മഴ ഇന്നും ഉത്തരാഖണ്ഡിൽ റെഡ് അലർട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ശക്തമായ മഴ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നരേന്ദ്രനഗറിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. താങ്ക് യു ബൽറാം നെടുങ്ങാടി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ഫണ്ടിൽ നിന്ന് 20 കോടി രൂപ അനുവദിച്ചതായി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. ഹരിദ്വാർ, നൈനിത്താൾ, ഉധം സിംഗ് നഗർ ജില്ലകൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി വിനീത വിജി കൂടി ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. ഉത്തരാഖണ്ഡ് നമ്മളെ ശരിക്കും എന്നല്ല ഞെട്ടിച്ചു. മല കലങ്ങി വരുന്ന നദി പോൽ എന്ന് കടമനിട്ട പറഞ്ഞതിനും അപ്പുറമായിരുന്നു ഒരു വരവ് വന്ന ഒരു മഹാനദി, മൊത്തം നാടും കലക്കി വരുന്ന ഒരു വരവ്. ഞെട്ടിപ്പോയി ശരിക്കും പ്രേക്ഷകർ. വെരി ഗുഡ് മോർണിംഗ് എസ്കെയിൻ. തീർച്ചയായും എസ്കെയിൻ സൂചിപ്പിച്ചതുപോലെ അത്രത്തോളം തീവ്രതയും അതിഭയാനകവുമായി തന്നെയായിരുന്നു ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ചില വിനോദസഞ്ചാരികൾ അവരുടെ മൊബൈൽ ഫോണിൽ മറ്റും പകർത്തിയ ദൃശ്യങ്ങളാണ് പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ അവർ പങ്കുവയ്ക്കുകയും ആദ്യം അവർ തന്നെയാണ് ആ വിവരങ്ങൾ പുറത്തുവിടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉത്തരകാശിയെ സംബന്ധിച്ചിടത്തോളം ഈ ധരാലി എന്ന് പറയുന്ന ആ ഒരു ഗ്രാമം, അത് ഈ വിനോദസഞ്ചാരികളൊക്കെ കൂടുതലായി എത്തുന്ന ഒരു വലിയ മേഖല തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ദുരന്തത്തിന്റെ വ്യാപ്തിയും അതിന്റെ
വേദനയും എത്രത്തോളം വലുതാണ് എന്ന് നമ്മളുടെ മുണ്ടക്കി ചൂരൽമല ദുരന്തം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഏതാണ്ട് അതേപോലെ അതിന് സമാനമായിട്ടുള്ള വലിയൊരു ദുരന്തം തന്നെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് 1:30 സംഭവിച്ചത്. ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ ജില്ലാ ഭരണകൂടം, പ്രാദേശിക സംഘടനകൾ, അവിടെ ഉണ്ടായ നാട്ടുകാർ എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകി എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ നേരത്തെ ബൽറാം സൂചിപ്പിച്ചതുപോലെ 4 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 130 പേരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തി എന്നുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ കാണാതായ 90-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. ഇവർക്കായി ഇപ്പോഴും ഈ രക്ഷാദൗത്യവും തിരച്ചിലും ഒക്കെ തന്നെ പുരോഗമിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിൽ 9 സൈനികർ കൂടി ഉണ്ടെന്നാണ് വിവരം. ഏറ്റവും കൂടുതൽ മേഖലകളിൽ ഇപ്പോഴും തിരച്ചിൽ പുരോഗമിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ ഈ ദുരന്തമുണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി സംസാരിച്ചു. അവിടുത്തെ സ്ഥിതിഗതികൾ ഒപ്പം തന്നെ അവിടെ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ വിവരങ്ങളൊക്കെ തന്നെ അദ്ദേഹം തേടിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായവും ഉറപ്പ് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിന്റെ ഭാഗമായി ഇപ്പോൾ വിവിധ മേഖലകളിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഇതുമായി സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. തൊട്ട് പിന്നാലെ തന്നെ ഈ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള എംപിമാർ പാർലമെന്റ് ഹൗസിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. താൻ സ്ഥിതിഗതികളൊക്കെ തന്നെ പ്രത്യേകമായി വിലയിരുത്തുന്നുണ്ട്. ഏതൊരു ഘട്ടത്തിലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ രക്ഷാപ്രവർത്തനത്തിനും മറ്റുമായുള്ള എല്ലാ സഹായവും ഉറപ്പു നൽകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അറിയിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പുഷ്കർ സിംഗ് ധാമിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. സംസ്ഥാനത്തിന് എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുമെന്നും അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളൊക്കെ അവരവരുടെ പാർട്ടി പ്രവർത്തകർക്കൊക്കെ ഒരു ആഹ്വാനം നൽകിയിരിക്കുന്നു. ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സംവിധാനത്തിനും ഒപ്പം ഉണ്ടാകണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെയും വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. SKN സൂചിപ്പിച്ചതുപോലെ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് 50ഓളം കെട്ടിടങ്ങൾ, ഈ ടൂറിസ്റ്റ് ഒക്കെ എത്തുന്ന മേഖല ആയതുകൊണ്ട് തന്നെ നിരവധി ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെയുള്ള സാധാരണക്കാരുടെ ഉപജീവന മാർഗം കൂടിയാണ്. ഈ ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്നു, വീടുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുത്തിയൊലിച്ചെത്തിയ വെള്ളം ആ കെട്ടിടങ്ങൾ മുഴുവനും ഇങ്ങനെ ഒലിച്ചുകൊണ്ടു പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആ മേഖലകളിലൊക്കെ തന്നെ കടുത്ത മഴയുണ്ടായിരുന്നു. ഈ തിങ്കളാഴ്ചയൊക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി നൽകിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഏതാണെങ്കിലും ഇന്നലെ ഉച്ചയ്ക്ക് 1:30 ഈ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വലിയ അപകടം, വലിയൊരു ദുരന്തത്തിലേക്ക് ഉത്തരകാശി എത്തിയത്. തൊട്ടു പിന്നാലെ ഇപ്പോഴും കൂടുതൽ സേനയടക്കം അവിടെ എത്തിച്ചുകൊണ്ട് ഈ വ്യോമമാർഗത്തിലുള്ള രക്ഷാപ്രവർത്തനം അടക്കം അവിടെ ഉള്ള സാധ്യമാകുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പുഷ്കർ സിംഗ് ധാമി സംസ്ഥാന ഫണ്ടിൽ നിന്ന് 20 കോടി രൂപയാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഉത്തരകാശിയിൽ 3 IPS IAS ഉദ്യോഗസ്ഥരെ കൂടി ആ മേഖലയിൽ നിയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ അത് ഏകോപിപ്പിക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടത്തുന്നത്. ഡോക്ടർമാരുടെ പ്രത്യേക സംഘങ്ങൾ കൂടി ഈ മേഖലകളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, രക്ഷാദൗത്യമൊക്കെ ആ മേഖലയിൽ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹായവും പിന്തുണയും ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. SKN. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.